ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഷാനാസ് റെസിപ്പീസ്. അപ്പം എന്തെല്ലാന്ന് എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് നമുക്ക് സൽക്കാരങ്ങളിലൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിലേക്കായി എന്തൊക്കെ ആവശ്യമുള്ളതെന്ന് നോക്കാം. ഞാനിവിടെ 2 പാക്കറ്റ് പാലിൻ്റെ പുഡിങ്ങാണ് തയ്യാറാക്കുന്നത്. 2 പാക്കറ്റ് പാലിന് ഒരു 16 ഗ്രാം ചൈന ഗ്രാസും എടുക്കുന്നുണ്ട്. അപ്പോൾ പാലിലേക്ക് ആവശ്യത്തിനുള്ള മധുരം കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ പഞ്ചസാര തന്നെയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കും ചേർക്കാവുന്നതാണ്. അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ചൈന ഗ്രാസ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം. പാലും ചൈന ഗ്രാസിൻ്റെ മിക്സും കൂടി ഒരേ ഒരു ചൂടായി വരുന്ന സമയത്ത് നമുക്ക് പാലിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പാല് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല, രണ്ടും ചൂടായാൽ മതി. നല്ല ചൂടിൽ തന്നെ അതൊന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ ചൈന ഗ്രാസും കൂടി ഒഴിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇളനീറിൻ്റെ പൾപ്പും കൂടി അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇളനീർ പുഡിങ്ങാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഏത് പുഡിങ് തയ്യാറാക്കുമ്പോഴും ചൈന ഗ്രാസ് ആഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പൾപ്പായാലും ബാക്കിയുള്ള സാധനങ്ങളും പാലിലേക്ക് ചേർക്കാവൂ, അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകും. അപ്പോൾ നല്ലോണം ഒന്ന് ചൂടായതിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് നല്ലോണം ഒന്ന് അരിച്ചിട്ട് പുഡിങ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. നമ്മുടെ ഇളനീർ പുഡിങ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഞാനിവിടെ 2 ട്രേയിലായിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ഇനി നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് മുകളിൽ എയർ ബബിൾസൊക്കെ ഉണ്ടാകും. അതൊന്ന് സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് കോരിയെടുത്ത് കളയണം, അല്ലെങ്കിൽ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് ഇഷ്ടാനുസരണം ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിവിടെ ബദാം ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തത് ഒന്ന് ജസ്റ്റ് മേലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ചൈന ഗ്രാസിൻ്റെ പുഡിങ്ങൊക്കെ ഇഷ്ടമില്ലാത്തവർ ഒരിക്കലെങ്കിലും ഈ ഇളനീർ പുഡിങ് ഒന്ന് തയ്യാറാക്കി നോക്കണേ. കിടിലൻ ടേസ്റ്റാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.